Hello guys, welcome back to Pumpkin Talks. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ബിസിനസ് അനലിസ്റ്റിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് കമൻ്റ് ആയിട്ടും അതുപോലെ തന്നെ മെയിൽ അയച്ചുമൊക്കെ കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബിസിനസ് അനലിസ്റ്റും ബിസിനസ് അനലിറ്റിക്സും ഒന്നാണോ, ഈ ബിസിനസ് അനലിസ്റ്റിൻ്റെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് അനലിറ്റിക്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ അത് റിലേറ്റഡ് ഒരുപാട് ഡൗട്ട്സ് കുറേ പേര് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ ജൂനിയേഴ്സൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഓക്കെ ഇത് ബിസിനസ് അനലിസ്റ്റിൻ്റെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബിസിനസ് അനലിറ്റിക്സ് ആകുമോ, അല്ലെങ്കിൽ അത് തിരിച്ചായിട്ട് നമുക്ക് വർക്ക് ചെയ്യാവോ, രണ്ടും സെയിം തന്നെയല്ലേ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രയും എല്ലാവർക്കും ഇങ്ങനെ ഒരു ഡൗട്ട്സ് തോന്നുന്ന സ്ഥിതിക്ക് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എന്താണ് ബിസിനസ് അനലിസ്റ്റും ബിസിനസ് അനലിറ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ്, അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിസിനസ് അനലിസ്റ്റും ബിസിനസ് അനലിറ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ് അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ദ ബിസിനസ് വർക്ക്സ്, എങ്ങനെയാണ് ഒരു ബിസിനസ് നടക്കുക എന്നുള്ളത്, അതെങ്ങനെ ആ ഒരു ബിസിനസ്സിനെ ഇമ്പ്രൂവ് ചെയ്യാം, ആ ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തൊക്കെ വഴികളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. അവരിപ്പോൾ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്ലയൻസിൻ്റെ അടുത്ത് നമ്മൾ നന്നായിട്ട് സംസാരിക്കും, മാനേജ്മെൻറ്റ് സൈഡിൽ നല്ലതായിട്ട് സംസാരിക്കും, അതേപോലെ തന്നെ നമ്മൾ ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കും. അങ്ങനെ അവരൊക്കെ ആയിട്ട് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഈ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് എന്താണ് ഈ നീഡ്സ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ബിസിനസ് അനലിസ്റ്റ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരിപ്പം ഒരു ബിസിനസ് പ്രോസസ്സ്, അതായത് ഇപ്പോൾ നമ്മളുടെ അടുത്തൊരു ക്ലയൻറ്റ് വരുവാണ്, അപ്പോൾ അവർക്ക് ഇതാണ് അവരുടെ ബിസിനസ്, അപ്പോൾ അവരുടെ പ്രോസസ്സ് എങ്ങനെയാണ്, ഇപ്പോൾ എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, ഗ്യാപ്സ് ഉണ്ടോ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും, ഇനി അത് അങ്ങനെ ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഇപ്പോൾ അവരെ മൊത്തം മാനുവലി ആണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഡിജിറ്റലി ആക്കാം, അത് ഡിജിറ്റലി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം, അവർക്ക് ഓൾറെഡി ഡിജിറ്റൽ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് അവരുടെ ആ ഒരു ബിസിനസ് നല്ല രീതിയിലാക്കാനായിട്ട് നമ്മൾ സജഷൻസും അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി. അപ്പോൾ നമ്മളൊരു ബി എയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് ബി എയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അവരൊരു ബാങ്കിങ് ആപ്ലിക്കേഷൻ, അതായത് ഒരു ബാങ്കിൽ പോവുകയാണ്. ഇപ്പം നിലവിൽ ബാങ്കെല്ലാം മാനുവലി വർക്ക് ചെയ്യാണ്, എല്ലാ കാര്യങ്ങളും അവർ പേപ്പറിൽ എഴുതുകയാണ്. അപ്പം അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഈ ബാങ്കിലെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, ഓക്കെ ഇനി ഇത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാം, അപ്പോൾ അവരുടെ സ്റ്റാഫിൻ്റെ ജോലി എന്തോരം കുറയ്ക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, ആളുകൾ കസ്റ്റമർ സർവീസ് എങ്ങനെ കൂട്ടാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുന്നവരാണ് ബിസിനസ് അനലിസ്റ്റ്. ഇനി നമുക്ക് ബിസിനസ് അനലിറ്റിക്സിലോട്ട് വരാം. ബിസിനസ് അനലിറ്റിക്സ് എപ്പോഴും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ദ ഡാറ്റ ടെൽസ്, അതായത് നമ്മളുടെ കയ്യിൽ ഒരു ഡാറ്റയുണ്ട്, ആ ഡാറ്റ എന്താണ് നമ്മളോട് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾക്ക് ഒരു ഓൺലൈൻ ഷോപ്പ് ഉണ്ട്, അപ്പോൾ ആ ഓൺലൈൻ ഷോപ്പിൽ ഇത്ര സെയിൽസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 മാസത്തെ ഡാറ്റ നമ്മളുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ അവർ ആ 3 മാസത്തെ ഡാറ്റ പഠിക്കും. അപ്പോൾ അതിൽ ഏത് സമയത്താണ് സെയിൽസ് വന്നത്, അതായത് ഏത് ദിവസങ്ങളിലാണ് നമുക്ക് കസ്റ്റമർ വരുന്നത്, കസ്റ്റമർ നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ, നേരത്തേനേക്കാൾ കുറഞ്ഞിട്ടുണ്ടോ, അങ്ങനെയുള്ള എല്ലാം പഠിച്ചിട്ട് അവരൊരു അടുത്ത ഒരു കുറച്ച് നാളത്തേക്കുള്ള ഇത് സെയിൽ പ്രെഡിക്റ്റ് ചെയ്യും. ഇന്ന ടൈമിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സെയിൽസ് വരുന്ന, ഇത്രയുള്ള ഏജ് ഗ്രൂപ്പിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് സെയിൽസ് വരിക, ഇന്ന ടൈമിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നവരെയാണ് ബിസിനസ് അനലിറ്റിക്സുകാർ ചെയ്യുന്നത്. അതായത് അവരെപ്പോഴും ലാർജ് സെറ്റ് ഓഫ് ഡാറ്റ അനലൈസ് ചെയ്യും, എന്നിട്ട് അവിടുന്ന് ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കും. ആ ഇൻസൈറ്റ് വെച്ചിട്ട് നമുക്കത് ഓക്കെ ആ ഇൻസൈറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ നമുക്ക് മനസ്സിലാകും ഓക്കെ നമ്മളിങ്ങനെയൊക്കെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 3 മാസത്തേക്ക് ഇത്ര സെയിൽസ് കിട്ടും, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഇങ്ങനെ സെയിൽസ് കിട്ടും എന്നൊക്കെ. അപ്പോൾ ഇവരെപ്പോഴും യൂസ് ചെയ്യുന്നത് ഡാറ്റ വിഷ്വലൈസേഷൻ ടൂൾസാണ്. അതായത് ഇപ്പം പവർ BI, ടാബ്ലോ അങ്ങനെയുള്ള ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ബിസിനസ് അനലിസ്റ്റ് ആൻഡ് ബിസിനസ് അനലിറ്റിക്സ് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റോർ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു റീറ്റെയിൽ സ്റ്റോറിൽ ബിസിനസ് അനലിസ്റ്റ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ ആ സ്റ്റോർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് അവിടുത്തെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അതായത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, സ്റ്റോക്ക് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, ഇനി അവിടുത്തെ പേയ്മെൻറ്റ് എങ്ങനെയാണ്, ചെക്കൗട്ട് പ്രോസസ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്തിട്ട് അത് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതായിരിക്കും ബിസിനസ് അനലിസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്ന ആൾ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടൊന്നും സംസാരിക്കില്ല. അവർക്ക് എപ്പോഴും എന്താ ഓക്കെ ഇന്ന ഇതിൽ ഇത്ര ലാസ്റ്റ് 3 months അല്ലെങ്കിൽ ലാസ്റ്റ് 6 months ഇങ്ങനെയായിരുന്നു ഡാറ്റ, സാറ്റർഡേ സൺഡേ നമുക്ക് നല്ല സെയിൽസ് ഉണ്ട്, അതും
4 to 7 ആണ് പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഓരോ പാറ്റേൺസ് അവർ കണ്ടുപിടിച്ചിട്ട് ഇനി അടുത്ത ഒരു 6 months അല്ലെങ്കിൽ അടുത്തൊരു 1 year നമുക്ക് എങ്ങനെയായിരിക്കും സെയിൽസ് വരിക, അതിൻ്റെ ഫ്യൂച്ചർ ട്രെൻഡ്സ് എങ്ങനെയാണ്, നമ്മുടെ ഷോപ്പിൻ്റെ ഇത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നവരാണ് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും റിക്വയർമെൻറ്റ്സിനെയൊക്കെ ഫോക്കസ് ചെയ്ത് നമുക്ക് ഇംപ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ആ പ്രോസസ്സിനെ കുറച്ചും കൂടെ നമുക്ക് സിമ്പിളാക്കാൻ അല്ലെങ്കിൽ ആ ഒരു യൂസർ ഫ്രണ്ട്ലി ആക്കാനായിട്ട് വേണ്ടി പരിശ്രമിക്കുന്നവരായിരിക്കും ബിസിനസ് അനലിസ്റ്റ്. പക്ഷേ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഡാറ്റയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അവർ ആ ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമുക്ക് കൂടുതലൊക്കെ ഇന്ന നമുക്ക് കുറച്ച് ഇൻസൈറ്റ്സ് ഒക്കെ തരും. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ അടുത്ത വർഷം ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക എന്ന് പറയുന്ന ഇൻസൈറ്റ്സ് തരുന്നവരായിരിക്കും ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്താണ് ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് പ്രോസസ്സും അതുപോലെ റിക്വയർമെൻറ്റ്സിനെ ഫോക്കസ് ചെയ്യുക. ആൻഡ് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഡാറ്റാ സെൻസിനെ ആയിരിക്കും അവരെ ഫോക്കസ് ചെയ്തിട്ട് അവർ നമുക്കൊരു പാറ്റേൺസ് അല്ലെങ്കിൽ ഇൻസൈറ്റ്സ് ഒക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്ത് തരും. ഇനിയിപ്പം ബിസിനസ് അനലിസ്റ്റ് യൂസ് ചെയ്യുന്ന ടൂൾസ്, അപ്പം ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഏതാ ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഡാറ്റ അനലിറ്റിക്സ് റിക്വയർമെൻറ്റ് ഗ്യാദർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ അനാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രോസസ് മാപ്പിംഗ് സോഫ്റ്റ്വെയർ ജിറ ഉപയോഗിക്കും, കോൺഫ്ലുവൻസ് ഉപയോഗിക്കും. പിന്നെ നമ്മുടെ MS ഓഫീസ് സ്യൂട്ട് അതായത് മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ്, പിന്നെ നമുക്ക് ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാൻ വിസിയോ, പാൽസ്മിക് അങ്ങനെയുള്ള ടൂൾസൊക്കെ ആയിരുന്നു ബിസിനസ് അനലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ബിസിനസ് അനലിറ്റിക്സ് പേഴ്സൺസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അനലിറ്റിക്കൽ ടൂൾസ് ആയിരിക്കും. അതായത് ഇപ്പം ആർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കും, പിന്നെ എക്സൽ അവർ മെയിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്, പൈത്തൺ, ടാബ്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ബിസിനസ് അനലിറ്റിക്സ് പേഴ്സൺസ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഞാൻ നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ബിസിനസ് അനലിസ്റ്റ് എപ്പോഴും നമ്മളുടെ റിക്വയർമെൻറ്റ്സിന് വേണ്ടി എപ്പോഴും സംസാരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ക്ലയൻസിൻ്റെ അടുത്തും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുക. അതുപോലെ ഡെവലപ്പേഴ്സായിട്ട് സംസാരിക്കും, ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, മാനേജ്മെൻറ്റായിട്ട് സംസാരിക്കും. അവരുടെ എല്ലാവരുടെയും ഇടയിൽ ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു കണക്റ്റിംഗ് പോയിന്റ് ആണ് ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത് അവരെപ്പോഴും ഡാറ്റ സെറ്റ്സ് ഒക്കെ അനലൈസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇതുപോലെ ഇവരെല്ലാവരുമായിട്ട് മീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവരെപ്പോഴും അവരുടെ കയ്യിൽ കുറച്ച് ഡാറ്റ ഉണ്ടാകും, ആ ഡാറ്റ വെച്ചിട്ട് ഇങ്ങനെ ഓരോ പ്രിഡിക്ഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും ബിസിനസ് അനലിറ്റിക്സിൻ്റെ. അപ്പോൾ അതാണ് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനിയിപ്പം ബിസിനസ് അനലിസ്റ്റിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ അവർ തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്. അതായത് നമുക്കൊരു എക്സിസ്റ്റിംഗ് പ്രോസസ്സ് ഉണ്ട്, അതിനെ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ അതിൻ്റെ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ, പുതിയൊരു ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ് വേണ്ടതെന്നൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ തരുന്നവരാണ് ബിസിനസ് അനലിസ്റ്റ്. അവരുടെ ഔട്ട്പുട്ട് അതായിരിക്കും. ആൻഡ് ബിസിനസ് അനലിറ്റിക്സിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഇൻസൈറ്റ്സും അതുപോലെ പ്രഡിക്റ്റീവ് മോഡൽസും ഒക്കെ ആയിരിക്കും അവർ തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് അപ്രോച്ച്. അപ്പോൾ ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പ്രോസസ്സും അതുപോലെ തന്നെ വർക്ക് ഫ്ലോ ഓറിയൻറ്റഡ് ആയിരിക്കും. അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഹൗ ടു ഇംപ്രൂവ്. അതായത് നമ്മളുടെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു പ്രോസസ്സ് ഉണ്ട്, ആ പ്രോസസ്സ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം എന്നായിരിക്കും അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും. ആൻഡ് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത് ഡാറ്റ ആൻഡ് പാറ്റേൺ ഓറിയൻറ്റഡ് ആണ്. അതായത് അവർ ഫോക്കസ് ചെയ്യുന്ന വാട്ട് വിൽ ഹാപ്പൻ, അതായത് ഇത്ര ദിവസം ഇങ്ങനെ സംഭവിച്ചു, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങൾ എന്താണ് സംഭവിക്കുന്നത്, വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്, അതാണ് അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കും അവരുടെ പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബിസിനസ് അനലിസ്റ്റും ബിസിനസ് അനലിറ്റിക്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണ് ബിസിനസ് അനലിസ്റ്റ്, അവരെന്താണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആരാണ് ബിസിനസ് അനലിറ്റിക്സ് പേഴ്സൺ, അവരെന്താണ് ഒരു ഓർഗനൈസേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇത് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് കമൻറ്റ് ചെയ്യുക. ഇനിയും BA റിലേറ്റഡ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ എങ്ങനെയാണ് ബിസിനസ് അനലിസ്റ്റ് ആവുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, അങ്ങനെയുള്ള ഓരോ ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ, നമ്മൾ അതൊക്കെ ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ല വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണ്, ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ എത്തുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.